ഈ സിനിമ ശരിക്കും എൻ്റെ അടുത്ത് സുരേഷ് ഭായ് പറയുന്ന സമയത്ത് ഞാനന്ന് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ പത്രത്തിലാണെന്ന് കൂടുതൽ ഈ ക്യാമറയും വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിട്ടേക്കുക. ക്യാമറ വന്ന് ഇവിടെ വന്ന് നിന്നാലും നമ്മൾ നോക്കുമ്പോ ക്യാമറയുടെ മറ്റേ ലെൻസിന്റെ ഇവിടെ വന്നിട്ട് ഇരിക്കുന്ന ആള് ഊറ്റിയെടുക്കുക എന്ന് പറയില്ലേ, മാക്സിമം ഇതൊക്കെ ക്യാമറ കട്ട് ചെയ്യൂല. ആക്ഷൻ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കും. ഈ നമ്മുടെ മുഖത്തേക്ക് നോക്കി മോണിറ്റർ നോക്കി ഇങ്ങനെ നമ്മുടെ മുഖത്ത് നിന്ന് എന്താ അവസാനം കുറെ കഴിയുമ്പോ നമ്മള് കഴിഞ്ഞു 86 ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന പ്രീ ഡിഗ്രി പഠിക്കുന്ന ടൈമാണ് അത് സമയം. എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് പ്രീ ഡിഗ്രിക്ക് ആ സമയത്ത് പഠിക്കുമ്പോൾ ഇപ്പം ഇയാളുടെ ഏജ് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഇതിനു മുമ്പ് റൊമാൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ പേടി ഉണ്ടായിരുന്നു. റൊമാൻസ് ചെയ്യാൻ അതിൻ്റെതായ ഒരു വാം അപ്പ് പീരീഡ് എനിക്ക് വേണ്ടി വന്നു. അത് നമ്മൾ പഠിപ്പിച്ചു, അത് ചെയ്തു. അപ്പൊ തൊടുപുഴയിൽ നടക്കും ലവ് ഗുരു. സായിച്ചേട്ടൻ ആ അപ്പിയറൻസിനോടെ കൂടെ നിന്നു. സായിച്ചേട്ടന് സത്യം പറയാം, എടാ ഞാൻ എങ്ങനെയാടാ നിന്നെ വലിച്ച്, കാരണം വെച്ചാൽ കൂനൊക്കെ ആയിട്ട് നിൽക്കുന്നതല്ലേ, വീണ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കും ഇതൊക്കെ എല്ലാം അങ്ങനെ തന്നെ ആവണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. പക്ഷെ സല്ലാപത്തിന്റെ സമയത്ത് ഭയങ്കര എല്ലാവരും എടുത്തു പറഞ്ഞ ഷോട്ടാണ് ഞാനിങ്ങനെ ആ പാലത്തുമായിട്ട് മുഖം അരയ്ക്കുന്ന ഒരു സീക്വൻസ്. അന്ന് അവിടെ സാധാരണ മിക്ക ആൾക്കാരും ശരിക്കും തെർമോക്കോളൊക്കെ വെച്ചിട്ട് അതുപോലെ റോക്ക് പോലൊക്കെ സെറ്റ് ചെയ്യും. ഇത് റിയൽ പാലമാണ്. മീശമാധവനിലും ആ വീടിനകത്ത് വെച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ ഫൈറ്റ് അല്ല ശരിക്കും ഞങ്ങൾ വേറൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അന്ന്. ക്ലൈമാക്സിന് ആ ഫൈറ്റ് ഇടിവെട്ട് ഫൈറ്റായി മാറി. എന്നിട്ട് ആ ഫൈറ്റ് മാറ്റി വെച്ചു, ആ പടത്തിലില്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൗണിൽ കിടന്ന ഒരു അടിയുണ്ട്, കിരീടത്തിലടി പോലെ ആണല്ലേ. ഓടിച്ചിട്ട് അടിയുണ്ട്. ചില ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഓക്കെ കേട്ടോ എന്ന് പറയുമ്പോ എനിക്കറിയാം ഇത് ഓക്കെ അല്ല, പിന്നെ കള്ളല്ല, അവരെ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വന്ന സമയത്ത് ഞാൻ കണ്ട രണ്ട് ബൗൺസ് ചെയ്ത് ഡാൻസ് ചെയ്ത് രണ്ടുപേര്, ഒന്ന് വിനായകൻ ഗംഭീര ഡാൻസറാണ്. എന്തൊരു ഡാൻസ് എന്ന് പറയുമ്പോ ഞാനൊക്കെ അന്തം വിട്ടുണ്ട് സ്റ്റേജിൽ. എന്റെ ദൈവമേ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നീട് വിനായകൻ ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു മ്യൂസിക് സെൻസ് ഉള്ള ആളാണെന്നറിയോ. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് തങ്കമണി, അതാണ് മൂവിയുടെ പേര്. ആസ് ഓൾവേസ് നമ്മൾ വെൽക്കം ചെയ്യുന്നു. ദിലീപേട്ട വെൽക്കം. നമസ്കാരം. ആൻഡ് പ്രതീഷ് ബ്രോ, നിത വെൽക്കം. അപ്പോൾ പറയൂ, എന്താണ് ഈ സംഭവം, ഈ സ്ഥലം തങ്കമണി എന്താണ്, തങ്കമണിയിൽ എന്തൊക്കെയാണ്? ആദ്യം സംവിധായകൻ തുടങ്ങട്ടെ. സ്റ്റാർട്ട്. തങ്കമണി എന്താണ്, ഇതിനോടൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നടന്ന സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ഫിക്ഷണൽ സിനിമയാണ് തങ്കമണി. അതേസമയം ആ നാടനുഭവിച്ച ട്രോമ പരമാവധി ഈ സിനിമയിലുണ്ടാകും. ഒരു ഫാമിലി ഡ്രാമയാണ്. ഇതിനോടൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ആബേൽ ജോഷുവ മാത്തൻ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരവുമാണ് ഈ സിനിമയിൽ പറയുന്നത്. സോ ആദ്യം തന്നെ പറയാം, കുടുംബമായിട്ട് വരിക, കുടുംബമായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടമാണ് അവിടെ നടന്ന ഒരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ഒരു സംഭവം. അതാണ് നമ്മളെ വെൽക്കം ചെയ്യാനിരിക്കുന്നത്. ദിലീപേട്ട പറയൂ, ഇതിൽ ഡിഫറെൻറ്റ് ലുക്കാണ് ആൻഡ് പ്ലസ് ആ ഒരു കാലഘട്ടമാണ് ഡിഫറൻസ്. ആ ഒരു 80s അത് നോക്കുമ്പോൾ അത് തീർച്ചയായും നമുക്ക് ട്രെയിലറിലും മനസ്സിലായിട്ടുണ്ട്. 86 ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന പ്രീ ഡിഗ്രി പഠിക്കുന്ന ടൈമാണ് അത് സമയം. എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് പ്രീ ഡിഗ്രിക്ക് ആ സമയത്ത് പഠിക്കുമ്പോൾ ഇപ്പം ഇയാളുടെ ഏജ് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അവിടെ നമ്മള് ആ സമയത്ത് നമ്മുടെ കോളേജിൽ തന്നെ പലതരത്തിലുള്ള ഹെയർ സ്റ്റൈലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചിലർ അന്നും ട്രിമ്മായിട്ട് മുടി കിട്ടുന്നവരുണ്ട്. നമുക്ക് വലിയ മുടിയിലുള്ള ചെവി കവർ ചെയ്തിട്ടുള്ള മുടിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഹിപ്പി സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അതുപോലെ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്കെച്ച് ഈ ക്യാരക്ടറിന് വന്നിട്ടുണ്ട്. ആബേലിന് അയാള് ഗൾഫിലും സൗദിയിലൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. 2 അപ്പിയറൻസ് ഉണ്ട് ഇതില്. ഈ സിനിമ ശരിക്കും എൻ്റെ അടുത്ത് സുരേഷ് ഭായ് പറയുന്ന സമയത്ത് ഞാനന്ന് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ പത്രത്തിലാണെന്ന് കൂടുതൽ അതിലൂടെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. അന്ന് ശരിക്കും പറഞ്ഞാൽ ആ വിഷയത്തിനെ ബേസ് ചെയ്ത് ഭരണമാറ്റം തന്നെ ഉണ്ടായ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഇൻസിഡൻ്റ് ആയിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്
അല്ല, പിന്നീട് മിമിക്രി ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് യാത്രകൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ മുമ്പ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ആ നാടും ഞാൻ ജീവിച്ചിരുന്ന നാടും അതിൻ്റെ പരിസരവും ചുറ്റിപ്പറ്റിയായിരുന്നു എൻ്റെ ജീവിതം. മിമിക്രിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഓൾ ഇന്ത്യ കറങ്ങാനും മറ്റുള്ള സ്ഥലങ്ങളും ഒക്കെ അറിയാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം ഇദ്ദേഹം ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി ഞാൻ കട്ടപ്പന ഭാഗത്ത് തന്നെയാണ്, അവിടെ തന്നെയാണ്. പക്ഷെ ഈ സിനിമയുടെ കഥയുമായി വന്നപ്പോഴാണ് തങ്കമണിയെക്കുറിച്ച് കൂടുതൽ അറിയുകയും അറിയാൻ ശ്രമിച്ചതും ചോദിച്ചതും ഒക്കെ. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഉത്തരങ്ങൾ തരാനായിട്ട് രതീഷ് ഭായിക്ക് ഉണ്ടായിരുന്നു. കാരണം രതീഷ് അവിടെ കുറച്ച് നാൾ മാറി അവിടെ നിന്ന് താമസിച്ച് അവിടെ തന്നെ ഇരുന്ന് എഴുതുകയും അവിടെ ഇത് ഫേസ് ചെയ്ത ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒക്കെ ആയിട്ട് സംസാരമൊക്കെ ഉണ്ടായിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇതിലേക്ക് ഒരു ഫിക്ഷൻ കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇയാളുടെ ഒരു ഞാൻ അഭിനയിക്കുന്ന ആബേൽ എന്ന് പറയുന്ന ആളുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അനിത എന്ന് പറയുന്ന, അതാണ് നീത ചെയ്തിരിക്കുന്ന വേഷം. അപ്പോൾ ഇവരുടെ ലവ് സ്റ്റോറിയും ഇവർ തങ്കമണിയിൽ വെച്ച് ഈ വിഷയത്തെ എങ്ങനെ, ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് ചേർത്തിട്ടാണ് ശരിക്കും ഒരു രസകരമായ രീതിയിൽ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന പോലെ വേദനയും സ്നേഹവും നർമ്മവും എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പും ലവും എല്ലാം ഉണ്ട് ഇതിൽ. ഫ്രണ്ട്ഷിപ്പുണ്ട്, ലവ് ഉണ്ട്, സെന്റിമെന്റ്സ്, ഇമോഷണൽ ഡ്രാമ എല്ലാം ചേർന്നൊരു സിനിമ തന്നെയാണ്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം നമുക്ക് ഒരാളുടെ സങ്കടം കേട്ടപ്പെട്ട് നമ്മുടെ കണ്ണറിയും, അല്ലെങ്കിൽ കാര്യം മനസ്സിലാവും, നമുക്ക് തമാശയായിട്ട് ചിരിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ സാധാരണ നമ്മൾ മനുഷ്യരുടെ ഇടയിലുള്ള പലതരത്തിലുള്ള സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരവകാശവാദങ്ങളും പറയാണ്ട് നമ്മളൊരു സിനിമയുമായിട്ടാണ് വരുന്നത് തങ്കമണി. അപ്പോൾ ഈ തങ്കമണിയിലെ വേഷം ആബേൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇമോഷണലാണ്. ഒരു സെക്ഷൻ, ഒരു പോർഷനിലെ ക്യാരക്ടറിന് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള സാധ്യത ഈ സംവിധായകൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്യണ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഊറ്റിയെടുക്കുക എന്ന് പറയില്ലേ, മാക്സിമം ഇതൊക്കെ ക്യാമറ കട്ട് ചെയ്യൂല, കട്ട് ചെയ്യില്ല. ആക്ഷൻ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കും. ഈ നമ്മുടെ മുഖത്തേക്ക് നോക്കി മോണിറ്റർ നോക്കി ഇങ്ങനെ നമ്മുടെ മുഖത്ത് നിന്ന് എന്താ അവസാനം കുറെ കഴിയുമ്പോൾ നമ്മള് കഴിഞ്ഞു വിളിച്ചാല് മാക്സിമം കിട്ടട്ടെ. അപ്പൊ ഇവര് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ സപ്പോസ് ഇടയിൽ കിട്ടിയില്ലെങ്കിലും ഇതിന്റെ അറ്റെന്താ സംഭവിക്കണേന്നുള്ളത് നോക്കിയിരിക്കണം. കാരണം ഇവർക്ക് ഷോർട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാലോ. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല, ഓപ്പോസിറ്റ് ആൾക്കാരുടെ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അതും ഈ റിയാക്ഷൻ, അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ പുതിയത് എന്തെങ്കിലും വരുമോന്ന്. ഞങ്ങളോട് സീനിൽ നിന്ന് ഞങ്ങൾ പറയും കഴിഞ്ഞു, ഞാൻ രണ്ടുപേരുടെ മതി ഇത്രേ ഉള്ളൂ. നന്നായിരിക്കുന്നു അല്ലേ ഈ ഒരു ക്യാരക്ടറുള്ള അല്ലേ? ഇതുപോലെ മാക്സിമം പോട്ടെ എന്ന് പറയുന്ന ഒരു ഡയറക്ടേഴ്സ് പല രീതിയിലുണ്ടല്ലോ. അതിന്റെ ബ്ലസ്സി ബായിക്കുണ്ട് ആണല്ലേ? ബ്ലസ്സി ബായി ഇതുപോലെ ഫുൾ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. മനസ്സിലേ? മിക്ക ആൾക്കാരുണ്ട്, കുറച്ച് പേരുണ്ട് ഇങ്ങനെ. ഈ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാപ്പ് നമുക്ക് ആവശ്യമുള്ള കടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അപ്പൊ ആക്ഷൻ ടു കട്ട് വരുള്ളൂ. നമ്മൾ കട്ടും കഴിഞ്ഞിട്ട് പോകുന്ന സാധനങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റൂല. ചിലത് ഇപ്പൊ ആ സാധനങ്ങളായിരിക്കും ചിലപ്പോൾ കേറി ഭയങ്കരമായിട്ട് ഏറ്റവും കൊളുത്തുന്നത് പറയാൻ പറ്റില്ല. അത് ഇങ്ങനെ എന്താ മുത്തും പഴവും ചപ്പും ചപ്പറും ഒക്കെ വന്നോണ്ടിരിക്കുമല്ലോ. അതേന്ന് കള്ളൻ. ഇതിലേതാണ് എഫക്റ്റീവ് എന്ന് ചോദിക്കൂ. ഇതിലേതാണ് എഫക്റ്റീവ്? ഇതിൽ വേണ്ട എന്തായാലും രതീഷേട്ടൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിച്ചേക്കാം. ഈ പലതരം മെത്തേഡുകളിൽ ഏതാണ് എഫക്റ്റീവ് എന്ന് ചോദിക്കും. അതായത് ഇങ്ങനെ കട്ട് പറയാത്ത മെത്തേഡാണോ അതോ കട്ട് പറയുന്ന മെത്തേഡാണോ നല്ലതെന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കട്ട് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ഭാഗ്യത്തിൽ പിന്നീട് നമുക്ക് അത് നന്നായിട്ടോ അത് അപ്പൊ കട്ട് പറയാതിരുന്നേന്ന് തോന്നും. ചിലപ്പോൾ നമ്മൾ വരാൻ പോകുന്ന സാധനം ഷാർപ്പ് കട്ടില്ല, ചിലപ്പോൾ അത് പോവും. ചില സമയത്ത് നമ്മൾ പറയും കട്ട് ചെയ്ത് എടുത്താൽ പോരെ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം ഇമോഷണൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അതാണ് വിഷയം. വരുമ്പോൾ സെയിം സാധനം കിട്ടണം. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ഇവർ 2 ക്യാമറയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെമി വൈഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ കോമ്പാക്ട് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലോസ് വേണം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളത് ചെയ്യാണ്. ഒന്നുകൂടെ അത് റിപ്പീറ്റ് അടിക്കും. നമുക്ക് ഇപ്പൊ എൻ്റെ ഇതിനകത്ത് ഇമോഷണൽ സീക്വൻസ് അതിനധികം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം അങ്ങനെ ടേക്കുകൾ പോയിട്ടില്ല.
ടേക്കർ എന്ന് വെച്ചാൽ അതാ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആങ്കിള് മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞാൽ ക്യാമറയും വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിട്ടേക്കുക. ക്യാമറ വന്ന് ഇവിടെ വന്ന് നിന്നാലും അത് ഇങ്ങോട്ട് പോരാ. അപ്പൊ യോക്ക് ഈ സംവിധായകന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണാല തൊട്ടടുത്ത്. അപ്പൊ ഇനി കണ്ണിന്റെ ഉള്ളിൽ നിന്ന് എന്താ വന്നേന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ വന്നിരിക്കുക. നമ്മൾ നോക്കുമ്പോ ക്യാമറയുടെ മറ്റേ ലെൻസിന്റെ ഇവിടെ വന്നിട്ട് ഇരിക്കുന്ന ആള് എന്തെങ്കിലും മാക്സിമം പുതിയത് വരുമോ സാധനം വേണ്ടി ഏറ്റവും ലാസ്റ്റ് വരുമ്പോ കണ്ണിനകത്ത് നിന്ന് എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതും പിടിക്കാന്നുള്ള രീതിയിൽ പിടിക്കാൻ നിൽക്കുക. അടിപൊളി. മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ. അല്ല അത് നല്ലതാണ്. അത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ നിന്ന് എല്ലാം പിഴിഞ്ഞെടുക്കുക. അതെ. നീത ഹായ്. ഹായ്. പറയൂ. ലോങ് ടൈം. ലോങ് ടൈം. ഇതിൽ അതും ദിലീപേട്ടന്റെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു പറയൂ. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇൻ വൺ ലൈൻ. ഞാൻ ഇതിനു മുമ്പ് റൊമാൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഒരു പുതിയ സ്റ്റെപ്പായിരുന്നു. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് ലീപ്പ് എന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ പേടിയുണ്ടായിരുന്നു. ഞാൻ will I be able to pull it off? അത് ഞാൻ ചെയ്ത് ശരിയാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ആ പേടി വർക്കാവോ എന്നുള്ള പേടി. പക്ഷെ രതീഷ് ചേട്ടൻ കോൺഫിഡന്റ് ആയിരുന്നു, ഫുള്ളി സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അത് ഏറ്റവും ഈസിയർ ആക്കിയത് നാച്ചുറലി ദിലീപ് ചേട്ടന്റെ കേൾക്കണവരായിരിക്കും പുള്ളി സപ്പോർട്ടായിരുന്നു നമ്മുടെ റൊമാൻസിന്. അതെ, ഡയറക്ടർ തന്നെ. പക്ഷെ ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് വർക്ക് ആവില്ലായിരുന്നു. ഞാൻ ഇത് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഈ പെർട്ടിക്കുലർ ജോണർ. അപ്പോൾ ബോത്ത് ഓഫ് ദം വർ സപ്പോർട്ടീവ്, ഈക്വലി സപ്പോർട്ടീവ്. പക്ഷെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോ ആർട്ടിസ്റ്റിന്റെ ഇൻപുട്ട് ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത് അത്രയും വാല്യൂബിൾ ആണ്. നമ്മളുടെ പെർഫോമൻസ് അത് അത്രയും അപ്ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ജേർണി. ഫസ്റ്റ് ടൈം ചെയ്യുന്നതായിട്ട് എങ്ങനെയാണ് തോന്നി ഇടയ്ക്ക്. നീത്ത വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. ഇതേടെ കഴിഞ്ഞ സിനിമകളിലൂടെയുള്ള പ്രകടനം വളരെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് മൂന്ന് സിനിമയിലെ മുമ്പ് ചെയ്തേ മൂന്ന് തരത്തിലുള്ള സിനിമകളാണ്. ആളിങ്ങനെ ഇരിക്കണമെങ്കിലും നമ്മൾ തോന്നും വളരെ. ഞാൻ ആദ്യം പാപ്പ കണ്ടപ്പോ നേരിട്ട് കണ്ടപ്പോ അപ്പൊ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നേരിട്ട് കഴിയുമ്പോ വളരെ സാധാരണ ഒരു ചുരിദാറൊക്കെ ഇട്ട് വളരെ പാവമായിട്ടൊരു കുട്ടി ലൊക്കേഷനിൽ ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അപ്പൊ ഇടയ്ക്ക് രതീഷ് മേം പറഞ്ഞു ഇങ്ങനെ ലൊക്കേഷനിൽ വരൂ, കാരണം നമ്മളൊക്കെ ആയിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ മറ്റുള്ളവർ ചെയ്യുന്ന എന്തൊക്കെയാന്ന് കാണും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ലൊക്കേഷനിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നല്ലേ. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാവുകയും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കഴിവ്. അത് ദേവാനുഗ്രഹിച്ചിൻ്റെ കൂടെ വന്ന മിക്ക ഹീറോയിൻസിനും അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അവരവരുടെ ലെവലിലും അവരവരുടെ പെരുമകളൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എൻ്റെ കൂടെ വന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, അത് അവരുടെ ടാലന്റ് തന്നെ. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാക്കാന്ന് പറയും, ഗ്രാസ്പ് ചെയ്യാനുള്ള. നീതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ എന്നുള്ളതല്ല. പക്ഷെ ഇവരിലുണ്ടല്ല അത് നമുക്ക്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടില്ല അത് ഓക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കത് കിട്ടണം. അത് കിട്ടിയാലാണ് നമുക്ക് ആ എക്സ്പ്രഷൻസ് വന്നാലാണ് നമ്മൾ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് ശരിക്കും വർക്കൗട്ടുള്ളത്. കോംബോയും വർക്കാത്ത കുറച്ച് സമയത്തേക്ക്. പിന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതില് നമുക്ക് എന്താ പറയാ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ല, മലയാള സിനിമയ്ക്ക് നമുക്ക് നല്ലൊരു നായിക തന്നെയാണ് അത് കാര്യമായിട്ട്. Very kind of you to say, പക്ഷേ thank you. പക്ഷേ താങ്ക് യു അല്ല, പക്ഷേ very kind of you to say thank you. അല്ല, ഞാൻ കാര്യമായിട്ട് പറയണത്, നമ്മള് ടാലന്റ് ഉള്ള ഒരാള് ബാക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നന്നായി ഡാൻസ് ചെയ്യും. എനിക്ക് തോന്നി ഭയങ്കര ചാമാണ്, ഇങ്ങനെ നമ്മൾ ഗ്രേസ് ആണ്. അതാണ് എക്സാക്ട് വേർഡ്. നല്ല ഗ്രേസ് ആണ്. ഫൈറ്റും ചെയ്യും. അങ്ങനെ ഒരു ഹീറോയിന് എനിക്ക് തോന്നുന്നില്ല. ഫൈറ്റും ഡാൻസും ഒക്കെ ചെയ്യാൻ പറ്റും, നന്നായി അഭിനയിക്കുന്ന ഒരു നല്ല ഹീറോയിനാണ്. മലയാള സിനിമയിൽ ഇനി കൂടുതൽ സിനിമ ചെയ്യേണ്ട ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു, മീൻസ് എ ലോട്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ അത്ലറ്റിക്സ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് അത് ഞാൻ ഡെയിലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് മീ. ഭയങ്കര അടിയാ.
അടി ഉണ്ടാക്കാൻ എളുപ്പം. എന്താ പറയാ ആ പിള്ളേച്ചനടിയാ. അല്ല, അടി ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ എനിക്ക് എളുപ്പമാണ് റൊമാൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പൊ അതുകൊണ്ട് റൊമാൻസ് ചെയ്യാൻ അതിന്റേതായ ഒരു വാർമപ്പ് പീരീഡ് എനിക്ക് വേണ്ടി വന്നു. അത് നമ്മള് റൊമാൻസ് നമ്മൾ പഠിപ്പിച്ചു. ഓക്കെ, അത് ചെയ്തു. അപ്പൊ തൊടുപുഴയിൽ അടിയിൽ നടക്കും. ലവ് ഗുരു. സോങ് സീക്വൻസ് ഒന്നും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. സോങ്ങേ ചെയ്തിട്ടില്ല, അതിന്റെ കൂടെ ലിപ് സിങ്ക് അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇറ്റ് വാസ് ഫൺ. എന്തായാലും ഹാപ്പി ആണല്ലോ. ഒബ്വിയസ്ലി അത് കേട്ടാ മതി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ദിലീപേട്ടൻ അതുപോലെ ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ പല സിനിമയിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്കലി നോക്കുമ്പോഴും ഫിസിക്കലി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം കുഞ്ഞിക്കൂനൻ, പച്ചക്കുതിര, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ ചാന്തുപുട്ടാണെങ്കിലും അങ്ങനെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ക്യാരക്ടേഴ്സിലും കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് ഉള്ള ക്യാരക്ടർ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു വേഷമാണ് സായ് കുമാറേട്ടൻ കുഞ്ഞിക്കോനിൽ ചെയ്തത്. അത് എനിക്കൊന്നു ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് സായ് കുമാറേട്ടൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു, ആ സമയത്താണ് കണ്ണ് അങ്ങനെ ചുമപ്പിക്കാം, അവിടെ ആരോ കണ്ട്, അത് എങ്ങനെയാണ് കണ്ടപ്പോൾ തന്നെ ആർക്കും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായിച്ചേട്ടൻ ആ സിനിമയില് സായിച്ചേട്ടൻ തന്നെ വേണം തോന്നിയും സായിച്ചേട്ടൻ അതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. സായിച്ചേട്ടൻ ആ അപ്പിയറൻസിന് വേണ്ടി കൂടെ നിന്നു. എനിക്കൊരു മുടിയൊക്കെ വേറെ ഷേപ്പിലൊക്കെ ആക്കി മൊത്തം വേറെ സെറ്റപ്പായി. ശരിക്കും പറഞ്ഞാൽ സായിച്ചേട്ടൻ എന്നെ വലിച്ചെറിയുന്നുണ്ട്. അപ്പം ആദ്യം ഡ്യൂപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം റിയലായിട്ട് തന്നെയാണ്. കുഞ്ഞെ സായിച്ചേട്ടന് സത്യം പറയാം, എടാ ഞാൻ എങ്ങനെയാടാ നിന്നെ വലിച്ച്, കാരണം വെച്ചാൽ ഒന്നും എന്തൊരു കഷ്ടോടാ ഇയാളെ, കാരണം വെച്ചാൽ ഈ കൂനൊക്കെ ആയിട്ട് നിൽക്കുന്നതല്ലേ, വീണ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കും ഇതൊക്കെ എല്ലാം അങ്ങനെ തന്നെ ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. പക്ഷെ സായിച്ചേട്ടൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക്, അപ്പോൾ അവിടെ നിന്നാണ് ആരോ ഇത് പറഞ്ഞപ്പോഴാണ് കുറേ വേഗം ചുണ്ടപ്പൂവൊക്കെ വാങ്ങിച്ച് പിന്നെ അതൊക്കെ ഇട്ട്, പിന്നെ ഇത് മാറ്റണമില്ല, ആളങ്ങടെ ഹരം പിടിച്ചിട്ടേ ഒരു കഥാപാത്രത്തിലേക്ക് പുള്ളി കയറിയ പിന്നെ ആ രീതിക്ക് പോവാന്ന് പറയില്ലേ. ശരിക്കും സായിച്ചേട്ടൻ ആയതുകൊണ്ട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫോർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെയാണ് ഞാൻ മനോജ് കെ ജയൻ, മനോജ് ഇതുപോലെ സല്ലാപത്തിൻ്റെ സമയത്ത് ഭയങ്കര എല്ലാവരും എടുത്തു പറഞ്ഞ ഷോട്ടാണ്. ഞാനിങ്ങനെ ആ പാലത്തുമായിട്ട് മുഖം അരയ്ക്കുന്ന ഒരു സീക്വൻസ്. അന്ന് അവിടെ സാധാരണ മിക്ക ആൾക്കാരും ശരിക്കും തെർമോക്കോളൊക്കെ വെച്ചിട്ട് അതുപോലെ റോക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യും. ഇത് റിയൽ പാലമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ചെയ്തു. അപ്പം എന്നിട്ട് ക്യാമറ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ വെച്ചു. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ ശരിക്കും അറിയാം ഇങ്ങനെ ഒരഞ്ഞു വന്നത് ഇങ്ങനെ അറിയാം. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞു മനോജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവസാനം പുള്ളി വെച്ചിട്ട് പുള്ളിയുടെ ഫേസിൽ മാത്രമാണ് എക്സ്പ്രഷനിലാണ് എന്നെ ശരിക്കും പുള്ളി കൈ വെച്ചിട്ടുള്ളൂ. ഞാൻ തന്നെ വരച്ചിട്ട് പോയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വരഞ്ഞ് കുറഞ്ഞു. കാരണം നമുക്ക് ഇങ്ങനെ മീൻസ് അതിന്റെ ഇമ്പാക്ട് കിട്ടണം എന്നുള്ളൊരു ആവേശത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ അത് കോ ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടിലും ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ചാന്തുപുട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നല്ല കോ ആർട്ടിസ്റ്റിലെ ഒരാളാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രൻ ആ സമയത്ത് എനിക്ക് വെച്ചാൽ എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുടെ ഇമോഷനും അല്ലെ എക്സ്പ്രഷൻസും ഒക്കെ കറക്റ്റാണ്. അപ്പം നമുക്ക് അയ്യോ അത് നന്നായില്ല എന്ന് അറിയാണ്ട് പെട്ടെന്ന് മനസ്സും നമ്മൾ പോവും എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കടലില് കടന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്യൊക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ഞാനുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. കാരണം ഓരോ സമയത്ത് ഇന്ദ്ര എനിക്കറിയാം, കാരണം എനിക്ക് രാധ പോവാണ്ട് പിടിക്കണം അങ്ങനെയുള്ളതുണ്ട്. അപ്പൊ ആ ആള് കറക്റ്റ് ആയില്ലെങ്കിൽ എന്നാണ് ഇപ്പം എനിക്ക് മീശമാനാണെങ്കിലും റൺ ഒക്കെ എനിക്ക് നല്ല ഇതുള്ള ഒരു ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാല് ഇന്ദ്ര. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളും പെടും. മീശമാധവനിലും ആ വീടിനകത്ത് വെച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ ഫൈറ്റ് അല്ല ശരിക്കും ഞങ്ങൾ വേറൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അന്ന്. ക്ലൈമാക്സിന് ആ ഫൈറ്റ് ഇടിവെട്ട് ഫൈറ്റായി മാറി. എന്നിട്ട് ആ ഫൈറ്റ് മാറ്റി വെച്ചു, ആ പടത്തിലില്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിനേക്കാൾ ഗംഭീരമായി ആ ഫൈറ്റ് ഭയങ്കരമായിട്ട് കയറി. അതിന്റെ താഴേക്ക് ക്ലൈമാക്സ് പോകുന്നത് ആ ഫൈറ്റ് അങ്ങനെ എന്നെ എടുത്തങ്ങോട്ട് മാറ്റി. ഒരു ടൗണിൽ കിടന്ന ഒരു അടിയുണ്ട്, കിരീടത്തിലടി പോലെ ആണല്ലേ. ഓടിച്ചിട്ട് അടിയുണ്ട്, ഭയങ്കര അടിയായിരുന്നു അത്. തകരാമാഷ് ഗംഭീരമായിട്ട് ചെയ്ത ഫൈറ്റാണ്. പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ ആ ലാസ്റ്റത്തെ ആ രാത്രിയിലത്തെ ആ ഫൈറ്റ് ആ മൊത്ത സാധനങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ളതുകൊണ്ട് ആ മീറ്റർ വൈസ് ക്ലൈമാക്സ് താഴെ പോകുന്നുള്ളതുകൊണ്ടാണ് ആ സാധനം എടുത്തത്. അതിനകത്ത് ഇന്ദ്രദേവന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, വിദ്യാജിയുടെ മിടുക്ക് എന്ത് സാധനം അതിന്റെ ഇപ്പോഴും ടച്ചാണ്. അതുപോലെ ദിലീപേട്ട ശരിക്കും
കഥാവശേഷം എന്ന് പറഞ്ഞ മൂവി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇപ്പോഴും നോക്കുമ്പം എന്ത് സംഭവം, അത് ആക്ച്വലി ഒരു ടേണിംഗ് പോയിന്റ് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന. നമ്മളത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണത്. എനിക്കും അത് ഏത് കാലഘട്ടത്തിലും എല്ലാവരും സംസാരിക്കുന്ന ഒരു സിനിമ തന്നെയാണത്. ആ സിനിമയ്ക്ക് ഇപ്പം ഞാൻ അന്ന് ചെയ്തപ്പോൾ CID മ്യൂസിക് അന്ന് ഞങ്ങൾക്ക് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. കോസ്റ്റ്യൂം എഡിറ്റർ അങ്ങനെയൊക്കെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയതാണ്. ഇതിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പാട്ട്, മ്യൂസിക് ഡയറക്ടറും പാട്ടിനൊക്കെയാണ് തോന്നുന്നു. അതിന് കഥാവിശേഷനും അവാർഡ് കിട്ടിയതാണ്. അപ്പൊ നമ്മള് പ്രൊഡ്യൂസ് ചെയ്ത പക്ക കൊമേഴ്ഷ്യൽ പടമാണ് CID മ്യൂസിക്. കഥാവിശേഷം വേറെ മൂഡിലുള്ള പടമാണ്. അത് കംപ്ലീറ്റ്ലി പല ലാംഗ്വേജ് ഒക്കെ കൂടി വന്നിട്ട് ഇപ്പോഴും ആ സിനിമ കാണുമ്പോ വേറൊരു മൂഡല്ലേ, ആ ട്രാവലൊക്കെ പോകുന്നു. പിന്നെ ഭയങ്കര മൂഡുള്ള പടമാണ്. ചന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ, ഭയങ്കര കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യാന്ന് പറയില്ലേ. നിങ്ങൾ മോശമെന്നല്ല കേട്ടോ പറഞ്ഞേ. ചോദിക്കൂ. അതല്ല, നല്ല ഡയറക്ടറാണ്. നമുക്ക് ഭയങ്കര അതിപ്പോഴും ആ സിനിമകൾ കാണുമ്പോൾ ശരിക്കും ആ കാലം വളരെയധികം മൈൻഡിലേക്ക് മൈൻഡ് അടിച്ച് വരുന്നൊരു സംഭവമല്ലേ. ഈവൻ ചിലപ്പോൾ അതൊരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തീർച്ചയായിട്ടും പറയാൻ പറ്റും. വേറൊരു ജോണറുമാണ് ആ സിനിമ. അതിലുള്ള കുറേ ആൾക്കാരെ മിസ്സും ചെയ്യുന്നില്ലേ ദിലീപേട്ടൻ്റെ ഈ ദിലീപേട്ടൻ്റെ എൻ്റർടൈനർ സിനിമകളിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്, അത് ആളുകളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ദിലീപേട്ടൻ വേറിട്ട് നടത്തിയ എല്ലാ അറ്റംപ്റ്റും അതേപോലെ സ്വീകരിക്കപ്പെട്ടതാണ്. ഏത് അറ്റംപ്റ്റ് എടുത്ത് നോക്കിക്കോ, ദിലീപേട്ടൻ്റെ ഈ ദിലീപേട്ടൻ സ്ഥിരം ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകളിൽ നിന്ന് വിട്ട് ദിലീപേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും അത് അർഹിക്കുന്ന അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാളിപ്പോയ ഒരു സിനിമയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇൻ ദ സെൻസ് ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ തിയേറ്ററിക്കൽ റണ്ണിൻ്റെ സമയമൊക്കെ കുറവായിരിക്കും, പക്ഷെ അത് പിന്നീടാണെങ്കിലും അത് കൾട്ടായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കമ്മാരസംഭവം പിന്നീട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കമ്മാരസംഭവം ശരിക്കും പറഞ്ഞാല് ഞാൻ ഇഷ്ടപ്പെട്ട സിനിമകൾ, കൽക്കട്ട ന്യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഭയങ്കര രസം. ബ്ലസ്വയുടെ ഗംഭീര വർക്കുകളിൽ ഒന്നായിട്ട് ഞാൻ അതിനെ കാണും. ഞാൻ അഭിനയിച്ച സിനിമകൾ എനിക്ക് എടുത്തു വെച്ചിട്ടുള്ള സിനിമയാണ് കൽക്കട്ട ന്യൂസ്. കമ്മാരസംഭവത്തിലെ കമ്മാരൻ എനിക്കിഷ്ടമുള്ളത്. അത് ചെറിയ ചെറിയ ഒരു സ്പൂൺ ഫീഡിങ്, ആ സ്പൂഫ് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായത്. പക്ഷെ ഇന്ന് എല്ലാവരും എന്നുവെച്ചാൽ നമ്മൾ 2-3 തരത്തില് നോർമൽ ആൾക്കാരും ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ സമയത്ത് കുറച്ച് സീരിയസ് വേർഷനിലെ സിനിമ ആണെന്ന് എല്ലാവർക്കും ടക്ക് എന്ന് പറഞ്ഞാൽ അത് കത്തി. നോർമൽ ഇതിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അത് ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ ആ സാധനം പിന്നീടാണ് അതിലൊക്കെ വന്നപ്പോഴാണ് അതിന് കൂടുതൽ അഭിപ്രായവും കാര്യങ്ങളും കൂടിയത്. കൽക്കട്ട ന്യൂസിലെ ആ സോങ് ഒക്കെ അതൊരു വെരി ബ്യൂട്ടിഫുൾ സോങ്, ഭയങ്കര രസമാണ്. കുമാർ സാറിന്റെ ക്യാമറയും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഗംഭീരമായിരുന്നു. അത് എത്ര കണ്ടാലും കേട്ടാലും നമുക്ക് മടുക്കാത്ത സിനിമകൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള സിനിമകളാണ്. ആ അപൂർവതയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അല്ലേ. ഡിഫറൻറ്റ് സിനിമകൾ ഏറ്റവും കൂടുതൽ കിട്ടിയാണ് മമ്മൂക്കയ്ക്കാണ്. ഓക്കെ, എന്നുവെച്ചാൽ അത് പിന്നീട് പല അർത്ഥത്തിലും സ്വീകരിക്കപ്പെടുകയും അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കിട്ടിയപ്പോൾ അതെല്ലാം കൊമേഴ്ഷ്യലി ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അവാർഡിന് വേണ്ടിയിട്ടല്ല, ഇത് ജനം കാണണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കുഞ്ഞാണും ചാന്തുപൊട്ടൊക്കെ ആണെങ്കിലും നർമ്മത്തിലൂടെ നമ്മൾ അവരുടെ കഥകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ജനകീയമായത് ആ സിനിമകളൊക്കെ. ശരിയാണ്. ഒരു അക്കാഡമിക് ഇതിനേക്കാൾ കൂടുതൽ ആ സിനിമകൾ ജനങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. അതാണ് ആക്ച്വലി വേണ്ടതും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ അല്ല, എല്ലാം വേണ്ടതാണ്. എല്ലാ തരത്തിലും സിനിമയിലൂടെയും ഒരു കലാകാരൻ പോകണം. അപ്പോഴാണ് അവൻ ഓർമ്മിക്കപ്പെടുന്ന ഒരു കലാകാരനായിട്ട് കാലം അവനെ മാറ്റി നിർത്തും. അല്ലേ, മാറ്റി നിർത്തല്ല, എടുത്തു വെക്കുള്ളൂ, അവിടെ ഉണ്ടാവുക എന്ന് പറയാം. നമ്മൾ പിന്നീട് പോകുമ്പോൾ ഈ കലാകാരൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള സിനിമകളിലൂടെ പോകുന്നത്. അവകാശവാദങ്ങളില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ സിനിമയും ഡിഫറെന്റ് മിഷനാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട്. നമ്മൾ ഒരു സംവിധായകന്റെ കയ്യിൽ, ഒരു പെയിന്ററുടെ കയ്യിൽ ഒരു ബ്രഷ് കിട്ടുമ്പോൾ, ഒരു വെള്ള കടലാസും കിട്ടുമ്പോൾ അയാളുടെ രീതിക്ക് അത് സ്കെച്ച് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നമ്മള് ഒരാള് ഏത് വരയ്ക്കുന്നു ആ രൂപത്തിൽ വരയ്ക്കുന്നവൻ നന്നാവുക എന്ന് പറയുന്ന സാധനം കൂടി ഇതിനകത്തുണ്ട്. ഒരു മേജർ പാർട്ടാണ്. അയാൾ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഒരു പരിധി കൂടുതലൊന്നും എന്തായാലും നമ്മൾ നമ്മുടെ സംവിധായകനെ ഒബേ ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ ആർഗ്യൂ ചെയ്ത് ആ ആള് അയാൾക്ക് അത് മനസ്സിലായാൽ മാത്രമേ ഒന്നുകിൽ അയാൾ എന്നെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഞാൻ അയാളെ ബോധ്യപ്പെടുത്തണം. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ മൊത്തത്തിൽ അയാൾ കൊണ്ടുവരുന്ന ഒരു കലാസൃഷ്ടിയാണത്.
എൻ്റെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സൈലന്റാ. ഞാൻ ആദ്യം പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്ക് കറക്റ്റ് ചെയ്യാനാ. നിങ്ങളുടെ മനസ്സിലുള്ള എക്സ്പ്രഷനിലേക്ക് ഞാൻ വരണമെങ്കിൽ എൻ്റെ മനസ്സിലെ എല്ലാ കേടുപാട് അല്ല മീൻസ് അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ഡീറ്റെയിലിംഗ് സാധനം കിട്ടിയാലേ എനിക്ക് പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓക്കെ പെർഫെക്റ്റ് എന്ന് പറയണമെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കും താമസിപ്പ് പറയാൻ അപ്പോഴേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തോ ചെയ്തു തോന്നും. കാരണം ഈ സംവിധായകൻ വന്നിട്ട് നന്നായിട്ടാ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത് കഴിച്ചില്ലേ ഇനി അടുത്തെന്താണോ. ഇല്ലാതെ ചെയ്യാനും പറ്റില്ലല്ലോ. മറ്റു പിന്നെ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിടും. ഇപ്പൊ ഞാൻ ചെയ്ത സമയത്തൊക്കെ ചില ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഓക്കെ കേട്ടോ എന്ന് പറയുമ്പോ എനിക്കറിയാം ഇത് ഓക്കെ അല്ല. പിന്നെ കള്ളല്ല, അവരെ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ പറ്റും. പക്ഷെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ അത് പക്കയാണ്. പക്ഷെ ആ സെൻസ് അവർക്കുണ്ട്. നമുക്ക് പക്ഷെ 100% ശരിയാവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 60% നമ്മളിങ്ങനെ ഒന്നുകൂടി എടുത്തു നോക്കുക എന്ന് പറഞ്ഞ് പോകുന്നതിന്റെ കാര്യം അതാണ്. അങ്ങനെ ചെയ്തൊരു ഡാൻസ്, ഒരു എഫോർട്ട് ഇട്ട് ചെയ്തൊരു ഡാൻസ് ഏതായിരിക്കും? ഏത് സിനിമയിൽ, ഏത് സെറ്റിലായിരിക്കാം? ഒരു ഡാൻസോ? എല്ലാ ഡാൻസും ഞാൻ ഇപ്പൊ എന്റെ അടുത്തിരിക്കണ നായികനാണല്ലോ. എന്റെ കൂടെ ഡാൻസ് അറിയാവുന്ന മിക്ക ഹീറോയിൻസും ഗംഭീര ഡാൻസേഴ്സാണ്. ഇപ്പൊ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു. അതില് 90% ആൾക്കാരും ഗംഭീര ഡാൻസേഴ്സാ അല്ലേ? ആ മീശ മാധവന്റെ ഡാൻസിന്റെ കുറിച്ച് പറഞ്ഞില്ലേ, ഓൾറെഡി ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ട് വരും അങ്ങനെ എന്തോ എന്റെ അടുത്ത് പറഞ്ഞു. ചിങ്ങമാസം അതിപ്പോ വൈകുന്നേരം പ്രാക്ടീസ് ഒക്കെ വെക്കും. എന്ത് കാര്യത്തിന് പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ അത്ഭുതം സംഭവിക്കാന്ന് പറയില്ലേ. പിന്നെ നമ്മൾ അവിടെ കിടന്ന് വെള്ളം കുടിക്കണ്ടെന്നുള്ളത് ഇവിടെ വെള്ളം കുടിച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കാം. വ്യത്യാസമുള്ളൂ നമ്മളെ. പക്ഷെ എന്തൊക്കെയോ അത്ഭുതം സംഭവിക്കുന്നുണ്ട്. എന്റെ ഡാൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ ഡാൻസ് മാസ്റ്റേഴ്സും എന്നെ സഹിക്കുന്ന സംവിധായകനും നായികമാരും ഒക്കെ. ഡാൻസ് ഒന്നുമില്ല കേട്ടോ, അല്ല തമാശ ഒന്നുമല്ല. അപ്പൊ അതില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗ്രേസ് എന്ന് പറഞ്ഞില്ല, നമുക്ക് ഇവർക്ക് ഈസിയാന്നേ. ഇവരുടെ ഡാൻസ് കണ്ടിട്ടില്ല, ഭാവിയിൽ നിങ്ങൾ കാണും താമസിയാണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ജോലിയാണ് ഈ സാധനം. ദൈവം എന്താവും. എന്നിട്ട് മറ്റുള്ളവരൊക്കെ കളിക്കണം, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കളിക്കണം കണ്ടിട്ട് ദൈവമേ ഞാനൊക്കെ നേരത്തെ വന്ന് ഭാഗ്യായിട്ടോ. ഇല്ലെങ്കിൽ ഏരിയിലെടുക്കാൻ പറ്റില്ല. അല്ല കൊച്ചു കുട്ടികൾ മുതലായിട്ട് ഡാൻസ് പല്ലല്ലേ ഇൻസ്റ്റയിലൊക്കെ റീല്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കയ്യാങ്കളിയാണ്, കാൽക്കളിയാണ്. കാല് വെച്ചിട്ട് അല്ലേ ഏതൊരു കൂടി കടപടപടി എന്തൊക്കെയാ കാണിക്കണേ റീൽസില്. ഇല്ലേ നിലത്തേക്കുന്നില്ല, പന്ത് പോലെ ഇങ്ങനെ ബൗൺസ് ചെയ്യാണ്. പ്രൊഫഷണൽ ഞാൻ അങ്ങനെ നമ്മൾ വന്ന സമയത്ത് ഞാൻ കണ്ട 2 ബൗൺസ് ചെയ്ത് ഡാൻസ് ചെയ്ത് 2 പേര്. ഒന്ന് വിനായകൻ ആക്ടർ, ആ സമയത്ത് ഗംഭീര ഡാൻസറാണ്. സുബി എന്തൊരു ഡാൻസ് എന്ന് പറയുമ്പോ ഞാനൊക്കെ അന്തം വിട്ടുണ്ട് സ്റ്റേജിൽ. എന്റെ ദൈവമേ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചു. കാരണം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നമ്മൾ മലയാളത്തിൽ നിന്നുള്ള സാധനങ്ങള്. പക്ഷെ പിന്നീട് വിനായകൻ ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു മ്യൂസിക് സെൻസ് ഉള്ള ആളാണെന്നറിയൂ. ഡാൻസർ ആയിട്ടാണല്ലോ ആക്ച്വലി വന്നതും പുള്ളി അല്ലേ? പിന്നെ ഭയങ്കര ടാലന്റഡ് ആളാണ്. ബ്രേക്ക് ഡാൻസും പരിപാടികളും എല്ലാം അപാര മ്യൂസിക് സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. നോർമലി ഒരു സ്റ്റോറി ബേസ്ഡ് മൂവി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ കെയർ തീർച്ചയായിട്ടും വേണം. എല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. അത് എത്രത്തോളം ഇത്, കാരണം എന്തായാലും അവിടെ കുറേ നാൾ അവിടെ പോയി അവിടെ ഇരുന്ന് അവിടുത്തെ ആംബിയൻസ് മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ ഇതിൽ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടെത്തി ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സജഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ, അതിൽ എത്രത്തോളം ഓക്കെ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഞാൻ മാധ്യമപ്രവർത്തനമായിരുന്നു ബേസിക്കലി. ആ കാലത്ത് എൻ്റെ മനസ്സിൽ വന്ന സിനിമാ മോഹമുള്ള കാലത്ത് മനസ്സിൽ വന്ന വിഷയമാണിത്. പിന്നീട് ഒരു 3-3.5 വർഷത്തോളം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് റിസർച്ചുകൾ നടത്തി. പല ഘട്ടങ്ങളിലായി. തങ്കമണിയിൽ ഞാൻ പോയി താമസിച്ചു. തങ്കമണിയുടെ പരിസരത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇരട്ടയാറാണ്. ഞാൻ അവിടെ വീട് എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് റെൻ്റ് എടുത്ത് അവിടെ താമസിച്ചാണ് ഞാൻ തിരക്കഥ എഴുതുന്നത്. തങ്കമണി സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏകദേശം മുഴുവൻ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അവിടെ വിട്ട് പുറത്തേക്ക് പോയവരെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ സംഭവം നേരിൽ കണ്ട ജോൺ പെരുവന്താനം പോലെയുള്ള മാധ്യമപ്രവർത്തകരാണ് എൻ്റെ റിസർച്ച് മെൻറ്റേഴ്സ് ഈ വിഷയത്തിൽ. CB കാട്ടാമ്പള്ളിയെ പോലെയൊക്കെയുള്ള ആളുകളാണ്. തങ്കമണിയിലുള്ളവർക്ക് എന്നെ അറിയാം. ഇത് രതീഷാണെന്നും ഇയാൾ അന്ന് നടന്ന സംഭവം സിനിമ ആക്കാൻ വന്നിരിക്കുന്ന ആളാണെന്നും അയാളുടെ ശ്രമം അതാണെന്നും ഒക്കെ അവർക്കറിയാം. പിന്നെ ഇങ്ങനെ പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് ഇടപെട്ട
സംഗതിയാണ്. സോ ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ കെയർ നമുക്ക് അതിനകത്ത് വേണം. അതേസമയം നമ്മുടെ സിനിമയിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ കക്ഷിയെ ഗ്ലോറിഫൈ ചെയ്യാനോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ കക്ഷിയെ ഇകഴ്ത്തി കാണിക്കാനോ അതിൻ്റെ മറ്റ് വലിയ ഈ മന്ത്രിസഭ താഴെ വീഴുന്ന പോലെയുള്ള രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ തീർത്തും ഒരു കുടുംബത്തിൻ്റെ കഥയിലൂടെ തങ്കമണി സംഭവം പറയുകയാണ്. ഓക്കെ. അതുപോലെ ദിലീപേട്ടൻ്റെ പടത്തിലൂടെയാണ് എനിക്കൊന്ന് ഗണപതി ആ പാട്ടും പരിപാടികളും ഒക്കെ ആയിട്ട് അത് ഇപ്പോഴും അത്. പക്ഷെ ഇപ്പോൾ കറന്റ് നോക്കുവാണെങ്കിൽ ദിലീപേട്ടന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഗണപതി. അത് വലിയ സന്തോഷം. ഒന്ന് സലീമിന്റെ മോൻ അതിനകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല സൗബിൻ. അതെ, ഞാൻ ഇന്നലെയും സൗബിനായിട്ട് കുറേ നേരം സംസാരിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെ തന്നെ സൗബിൻ വർക്ക് ചെയ്യുകയും എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് വേഷം ചെയ്യണത് ചന്ദ്രേട്ടൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ഒരു നല്ലൊരു യാത്ര സൗബിൻ തുടങ്ങുന്നത് ശരിക്കും. അപ്പോൾ എന്നും എൻ്റെ കൂടെ കുറേ വർക്കുകൾ സൗബിൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ബാബുക്കാണെങ്കിലും സൗബിൻ്റെ ഫാദർ ബാബുക്കാണെങ്കിലും വളരെ ഒരു സഹോദര സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവരൊക്കെ. വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല സിനിമാ തിയേറ്ററിലേക്ക് ആളുകൾ വീണ്ടും വന്നു തുടങ്ങുന്നു എന്ന് പറയാൻ അടുപ്പിച്ച സിനിമകൾ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക നന്നായിട്ട്. ഇപ്പം നമുക്ക് തിയേറ്ററിലൂടെ ഇപ്പം നമുക്ക് തിയേറ്റർ ഉള്ളത് കൊണ്ടൊക്കെ നമുക്കിതിൻ്റെ കറക്റ്റ് പൾസും കാര്യങ്ങളെല്ലാം അറിയാം. ഏതൊക്കെ പടങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു, ജനങ്ങളുടെ ആവേശവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ വീണ്ടും സിനിമ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ വീണ്ടും സിനിമയിലേക്ക് തന്നെ തിയേറ്ററിലേക്ക് ജനം വരിക എന്ന് പറയുന്നത് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ. നമ്മളെല്ലാവരും സിനിമാ തിയേറ്ററിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ സിനിമ കണ്ടന്റ് വരുന്നിടത്ത് തന്നെയുള്ള നിങ്ങളും ഈ പറയുന്ന റീല് ചെയ്യാനും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾ എല്ലാവരും സിനിമയിലൂടെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. കറക്റ്റ്. സിനിമയെ നല്ലത് പറയുന്ന ആൾക്കാരാണെങ്കിലും സിനിമയെ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിലും ജീവിക്കുന്നത് ഈ സിനിമ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ്, അല്ലേ? കാരണം നല്ലത് പറഞ്ഞാലും നിങ്ങൾക്കും ഇൻകം വരുന്നതും മോശം പറഞ്ഞാലും നിങ്ങൾക്ക് ഇൻകം വരുന്നതും ഈ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. എങ്ങനെ നോക്കിയാലും ബേസ് മൂവി തന്നെയാണ്. അതിൻ്റെ ഫൈനൽ ജഡ്ജസ്, അതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ്. അവരിപ്പോൾ തിയേറ്ററിലേക്ക് വരുന്നു. ആ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ പ്രേംലുവിൻ്റെ ആൾക്കാരെ ആണെങ്കിലും ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ എല്ലാവരും വിളിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ മമ്മൂക്കയുടെ ഭ്രമയും എല്ലാ സിനിമയും തിയേറ്ററിലേക്ക് ആ വലിയൊരു ദൈവം അനുഗ്രഹിച്ച് ഇപ്പം ഈ അടുത്ത കുറച്ച് നാളായിട്ട് എല്ലാ സിനിമകൾക്കും ആ ഒരു പോസിറ്റീവ് ഇതാണ്. അപ്പോൾ എല്ലാവരും സിനിമകൾ നന്നാക്കുക എന്നുള്ള, ഇപ്പം നമ്മളടക്കം സിനിമകൾ ചെയ്യുന്നുണ്ട്, നന്നാക്കാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ല ഇതിന്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കറക്റ്റ് ഫോമുല നമുക്ക് അറിയാമെങ്കിൽ എല്ലാവരും ആ ഫോമുല പ്ലാൻ ചെയ്താൽ മതി. നമുക്ക് അറിഞ്ഞുകൂടാ. സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻസ് പോലെ ഇത് സംഭവിക്കുക പെട്ടെന്ന് അത്ഭുതമായിട്ട് സംഭവിക്കുന്നത്. അപ്പം ഈശോധന ഇറങ്ങിയ സമയത്ത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ആ പടം അങ്ങനെ വലിയ ഹിറ്റാവുന്നു. ആണല്ലേ? ഓക്കെ. ഇല്ല, ആ സിനിമ എല്ലാവരും കാണണം, അതൊന്നും ഓടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വന്നത്. ശരി. ഏത് സിനിമ ഇറക്കുമ്പോഴും നമ്മളതാണ്, നമ്മൾ വിചാരിക്കും ഇത് നന്നാവും എന്ന് വിചാരിക്കും, ചിലത് പോവും, ചിലത് ഭയങ്കരമായിട്ട് കിട്ടും, അതൊന്നും അറിയില്ല. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് വളരെ പോസിറ്റീവ് ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ മലയാള സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. നമ്മുടെ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ മാർച്ച് 7-ാം തീയതി ഈ സിനിമയും ആ ഗണത്തിലേക്ക് ജനങ്ങൾ എടുക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ആ സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സിനിമകൾക്കും അതൊരു നല്ല കാര്യം, തീർച്ചയായും തിയേറ്ററിലേക്ക് വരിക എന്നുള്ളത് മെയിൻ കാര്യമാണ്. അതെന്ന് വെച്ചാൽ ഈ ഒരു ചെയ്യും മുറിയാതെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്നുള്ളതാണ്. അതായത് ഏത് സമയത്തും തിയേറ്ററിൽ ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിക്ക തിയേറ്റേഴ്സിന്റെ മുമ്പിൽ വണ്ടികൾ കിടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. നിറഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രി വീണ്ടും ഉണരുന്നു എന്ന് പറയുന്ന വലിയ എല്ലാ ആഴ്ച ഇറങ്ങുന്ന സിനിമകൾ ഹിറ്റാകുന്നു എന്ന് പറയുന്ന ഒരു വലിയ, പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ നമ്മുടെ ഒരു ഞാനും പറയാറുണ്ട്, നമ്മളാദ്യമൊക്കെ നമ്മുടെ സിനിമകൾ കൂടുതൽ നമ്മുടെ സിനിമ നന്നാവണേ എന്നുള്ള സംഭവങ്ങളാണ്. അത് എല്ലാവരുടെ സിനിമയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തിയേറ്ററിന്റെ സ്ഥലത്തൊക്കെ വന്നു നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇപ്പം എല്ലാ സിനിമകളും പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്ന സാധനം എന്താ അതോട് ഓക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായി ഇപ്പോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അത് വിനീതേട്ടൻ, വിനീത്, ധ്യാന് എല്ലാവരും ഉള്ള ഒരു പുതിയ കോമ്പിനേഷനാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പം അവര് വന്നപ്പോൾ വിനീത് ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും വിനീത് ഒരുമിച്ച് ഒരിക്കലും ഇതുവരെ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം ചാന്തവൂട്ടിൽ വിനീത് എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇപ്പം വിനീത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊച്ചുനാൾ മുതൽ കാണുന്നതാണ്. ശ്രീനേട്ടൻ്റെ മക്കളായിട്ട് കാണുന്ന ഒരു ഇതുണ്ട്. നമുക്കൊരു ഫാമിലി
ആയിട്ടുള്ള ആൾക്കാർ, ആ ഒരു ഫ്രണ്ട്ലി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളും അതുപോലെ യങ് ഒരു ബ്ലഡ് എന്ന് പറയില്ല, അതെ അതിൻ്റെ ഒരു ആവേശമുണ്ട് ആ സിനിമയിൽ എല്ലാവർക്കും. അതിൻ്റെ ധനഞ്ജയാണ് അതിൻ്റെ, വിനീതിൻ്റെ അസോസിയേറ്റ് ആണ് ധനഞ്ജയാണ് അത് സംവിധാനം ചെയ്യുന്നത്. അതുപോലെ ഫഹീമും നൂറും അവർ എഴുതിയിരിക്കുന്നത് എല്ലാം ഒരു ന്യൂ തോട്ട് ഉള്ള ആൾക്കാർ തന്നെയാണ്. ഒരു കരിസ്മ ആ ഒരു പരിപാടി അത് ഗംഭീരമാവട്ടെ എന്നുള്ളതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട്. നീത അതുപോലെ തന്നെ ഇപ്പം ക്യാരക്ടേഴ്സ് നോക്കുമ്പം നോർമലി എനിക്ക് തോന്നുന്നു നീതയുടെ ഒരു ഫേവറേറ്റ് സെക്ഷൻ ഓഫ് മൂവീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് പരിപാടി, ഫോർ എക്സാമ്പിൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണല്ലോ. ഫാൻ ഓഫ് ഇറ്റ്. പക്ഷെ ഞാൻ അങ്ങനെ മനഃപൂർവ്വം കോൺഷ്യസ്ലി ചൂസ് ചെയ്യുന്നല്ല, ആദ്യമൊക്കെ വന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് അത് ഇഷ്ടം കൂടെ ആയതുകൊണ്ട് ഇറ്റ് ഫെൽ ഇൻ പ്ലേസ്. അതൊരു കറക്റ്റ് ആപ്പ് പരിപാടി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഈസി, ഒരു ഹാപ്പി, അങ്ങനെ ഒരു പരിപാടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ ആണല്ലോ. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആക്ച്വലി വരുന്നുണ്ടോ? ഐ മീൻ ആ ഒരു ജോണർ പരിപാടി, അതോ ഈ പറയുന്ന പോലെ? എനിക്ക് ഇപ്പോൾ പൂമരം ഞാൻ ഉടനെ തന്നെ കുംഫു ട്രെയിനിങ് ചെയ്തു. അപ്പൊ കുംഫു കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രീവിയസ് വൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുംഫു കഴിഞ്ഞ് കൂടുതൽ കുറേ ആക്ഷൻ ഇതിന് വിളിച്ചു. പക്ഷെ പിന്നെ ആക്ഷൻ ചെയ്യാൻ എനിക്ക് ഉടനെ ഒരുമാതിരി എല്ലാം ചെയ്തു അതിനകത്ത്. അപ്പോൾ എനിക്കത് റിപ്പീറ്റ് ചെയ്യണ്ടായിരുന്നു. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ജോഷി സാർ വിളിച്ചു. അപ്പൊ അതൊരു പോലീസ് ക്യാരക്ടറായി. അതും കുറച്ച് അത്യാവശ്യം ബോൾഡാ, പക്ഷെ കുംഫുന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന എല്ലാം പോലീസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ ഉടനെ പോലീസ് ചെയ്യാനൊന്നുമില്ല. ഞാൻ പാപ്പനിൽ സാർ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നു ചെയ്യാൻ. അപ്പോൾ അതും ഞാൻ ഐ തോട്ട് ഐ ബ്രേക്ക് ദി ട്രെൻഡ്. അപ്പോഴാണ് എന്നെ ഋതീഷ് ചേട്ടനെ വിളിക്കുന്നത് ഇങ്ങനെ. അപ്പൊ ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് വേറെ വേറെ സാധനങ്ങൾ ചെയ്യാനാണല്ലോ ഒരു രസം, ചാലഞ്ചിങ് അതല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ ഇതൊരു വളരെ സബ്ഡ്യൂഡ് ടിമിഡ് ക്യാരക്ടറാണ്. ഭയങ്കര ഡിവോട്ടഡ് ടു ലവ്, ഡിവോട്ടഡ് ടു ഹസ്ബൻഡ് ആൻഡ് ഫാമിലി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതെ വെരി ഒരു വില്ലേജ് അപ്ബ്രിങ്ങിങ് ഉള്ള ഒരു പെൺകുട്ടി, ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പോകുന്ന അങ്ങനത്തെ ആ ടൈം. അപ്പൊ അത് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, അമ്മയൊക്കെ പറഞ്ഞ ആ ഒരു കാലഘട്ടം ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ശരി, അത് ട്രൈ ചെയ്തത് ഗംഭീര ഒരു ട്രൈ ആവട്ടെ. നീത സംസാരിക്കുമ്പോഴ് നമ്മൾ ശ്രദ്ധിച്ചോ, നീത കൂടുതൽ കൈയെടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അല്ലേ? കാരണം ഒരു കുംഫു പഠിച്ചതിന്റെ അതല്ലേ നമ്മൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചു. ഇപ്പൊ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ലേഡീസിനെ, ആൾക്കാരൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നും നമ്മളൊരു പൂവൻ കോഴീനെ അല്ലെങ്കിൽ കോഴീനെ പിടിച്ചിങ്ങനെ ആക്കുമ്പോ കോഴി ഇങ്ങനെ ഞാനൊരു ഒരു ദായി കൂടി ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കണേ? കൂടുതൽ നമുക്കുണ്ട് ഈ പ്രശ്നം എന്തായാലും, പക്ഷെ അത് ഓരോരുത്തർ ശീലിച്ച അല്ലേ ഒരു രീതി. ഇപ്പൊ ഇവിടെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഇതാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ട് നോക്കിയിരിക്കണേ. അതിപ്പോ ഇങ്ങനെ വന്നിട്ട് അറിയുന്ന പോലെ ഇപ്പൊ അതിന്റെ വേറെ സാധനം ഇങ്ങനെ മൊത്ത കുംഫുലാണ്. നമ്മളൊന്ന് ഇങ്ങനെ അവസാനം ഇത് അവിടുന്ന് സിന്ധുകുടാച്ചി. അപ്പോൾ ഒരു ഗ്രേറ്റ് മൂവി ആവട്ടെ, നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ലോട്ട്, ആൻഡ് ഒരു കിടിലൻ മൂവി ആവട്ടെ. ഓക്കെ, താങ്ക് യു.